ബിലീവേഴ്സ് ചർച്ച്, ഞാൻ കുറ്റം പറയാനല്ല കേട്ടോ, അദ്ദേഹത്തിന് മനസ്സിലായി സഭയായിട്ട് നിലനിൽക്കണമെങ്കിൽ ഒരു അപ്പോസ്തോലിക കൈവപ്പ് വേണമെന്ന്. ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാനെ സംബന്ധിച്ച് ഇദ്ദേഹം പറയാണ് അദ്ദേഹത്തിന് മനസ്സിലായി കൈവപ്പ് വേണമെന്ന്. അപ്പൊ ഇവർക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം CSI സഭയിൽ നിന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കൈവപ്പ് സ്വീകരിച്ചു. ബിലീവേഴ്സ് ചർച്ചുകാർക്ക് CSI സഭയിൽ നിന്ന് കൈവപ്പുണ്ട്, നിങ്ങൾക്ക് എവിടെ നിന്നാണുള്ളത്? അതാണ് $1 million ക്വസ്റ്റ്യൻ. ഇപ്പൊ ബിലീവേഴ്സ് ചർച്ചുകാർക്കുള്ള ആ ഓതന്റിസിറ്റിയും ആ വാലിഡിറ്റിയും ഒന്നും ഇന്ത്യൻ ഓർത്തഡോക്സ് വിവാദം ഇല്ലച്ചാ. അതാണ് ദയനീയമായ സ്ഥിതി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം CSI സഭ ബിലീവേഴ്സ് ചർച്ചിനെ മുഴുവൻ വിഴുങ്ങിക്കളയുമെന്നാണോ അതിന്റെ അർത്ഥം? ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഓരോ വൈദിക കഴുതകളും അൽമായ കഴുതകളും മനസ്സിലാക്കണം, സഭ മെത്രാൻ ഭരണത്തിന്റെ കീഴിലായി. അപ്പൊ എങ്ങനെയാണ് ഐഡിയൽ ചർച്ച എന്ന് പൊക്കോണ്ടിരുന്നെങ്കിൽ അറിയാവോ? വൈദികരുടെ സംഘത്തിനും അൽമായരുടെ സംഘത്തിനും മെത്രാന്മാരുടെ സംഘത്തിനും ഒരുപോലെ അവകാശ അധികാര സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് വൈദികന്റെ താക്കോലും അൽമായന്റെ താക്കോലും മേടിച്ച് അരയിൽ വെച്ചു മെത്രാൻ. ആര്? വട്ടശ്ശേരി. എന്നിട്ട് എന്ത് ചെയ്തു? സഭയ്ക്ക് സ്നേഹപൂർവ്വം ഒരു വ്യക്തി സംഭാവന ചെയ്തിരുന്ന ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന കണ്ണായ സ്ഥലത്തെ ഒരു വസ്തു വിറ്റിട്ട് ആ പണം കണക്കിൽ കാണിക്കാതെ സ്വന്തം അനന്തരവന് ദാനം ചെയ്തു. അതേ തുടർന്നാണ് ഈ വട്ടശ്ശേരി ഗീവർഗീസ് റമ്പാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ധനമോഹമാണ് മലങ്കര സഭയിൽ ഈ കലകം മുഴുവൻ ഉണ്ടാക്കിയത്. പാത്രീർക്കീസിന്റെ ധനമോഹമല്ല. എന്നിട്ട് ഇവർ പറഞ്ഞു വരുന്നതിന് പാത്രീർക്കീസ് പണം മോഹിച്ചു, പണം കൊതിച്ചു, ഇവിടേക്ക് വന്നു. ഇപ്പോഴും വർഗീസ് വൈസച്ചൻ ഇതിനകത്ത് പറയുന്നുണ്ട്, പാത്രീർക്കീസ് അല്ലടോ വർഗീസ് വൈസച്ച, സ്വത്ത് മോഹിച്ചതും മലങ്കര സഭയുടെ സ്വത്ത് തട്ടിയെടുത്തതും തന്റെ വട്ടശ്ശേരിയാ. മനസ്സിലായോ? അല്ലെങ്കിൽ നാടൻ ഭാഷ പറഞ്ഞ കള്ളം വട്ടശ്ശേരി. ഇപ്പൊ ഇവിടെ വർഗീസ് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ കേട്ടല്ലോ. വർഗീസ് അച്ഛൻ പറയാണ് ബിലീവേഴ്സ് ചർച്ച് CSI ബിഷപ്പിന്റെ കയ്യിൽ നിന്ന് കൈവപ്പ് മേടിച്ചതിന് തുല്യമായിട്ട് കഞ്ഞിക്കുഴി സഭ അന്ത്യോക്യ സഭയിൽ നിന്ന് കൈവപ്പ് മേടിച്ചു. വർഗീസ് അച്ഛൻ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ചരിത്ര ബോധമില്ലാത്ത വിഡ്ഢികൾ അത് കേട്ട് വിശ്വസിക്കുന്നു. അത് പമ്പര വിഡ്ഢിത്തരമാണ്, പരമ അബദ്ധമാണ്. ഇത് സീൻ വേറെയാണ്. ഇത് സുറിയാനി സഭയുടെ അവിഭക്ത ഭാഗമാണ് മലങ്കര സഭ. ആകമാന സുറിയാനി സഭയുടെ ഒരു ഡിവിഷനാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കൈപ്പുസ്തകമായിരിക്കുന്ന 1934 ഭരണഘടനയുടെ 1-ാം ക്ലോസിൽ എഴുതി വെച്ചിരിക്കുക. CSI സഭയുടെ ഒരു ഡിവിഷനാണ് ബിലീവേഴ്സ് ചർച്ച് എന്ന് ബിലീവേഴ്സുകാരുടെ ഭരണഘടനയിൽ ഇല്ലച്ചോ, എന്റെ പൊന്നച്ചോ. ഈ വർഗീസ് അച്ഛന് മനസ്സിലായോ? അച്ഛൻ ഈ ഉദാഹരണം പറഞ്ഞൊക്കെ ഒപ്പിക്കാൻ നോക്കുന്നു. ഇതൊക്കെ ഒരു 30 കൊല്ലം മുമ്പ് അച്ഛന്റെ പല്ലിന്റെ ശൗര്യം ഫലിച്ചിരുന്നൊരു കാലമുണ്ട്. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഇനി ഫലിക്കത്തില്ല. കുഞ്ചൻ നമ്പ്യാർ പാടിയിട്ടുണ്ട്, പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല, പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയുടെ തല കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ, ഒറ്റ കടി കൊണ്ട് പുലിയുടെ കഴുത്തും മറ്റും പാണ്ഡൻ നായ കടിച്ചെന്നാ പറയുന്നത്. അപ്പൊ അച്ഛന്റെ പ്രസംഗമായിട്ട് ഇറങ്ങുന്ന കൊച്ച, അപ്പം പ്രസംഗിച്ച പ്രസംഗം പോസ്റ്റ് ചെയ്ത കൊച്ച, അച്ഛനും കൊച്ചനും അറിയാൻ പറയാണ് ഇത് കളി വേറെയാണ്, ഇത് കാര്യവും വേറെയാണ്. മലങ്കര സഭ സുറിയാനി സഭയുടെ ഭാഗമാണ്. അത് ബിലീവേഴ്സ് സഭക്കാര് CSIയിലെ ബിഷപ്പിന്റെ കൈവപ്പ് മേടിച്ച പോലെ അല്ല. ഈ സഭ സുറിയാനി സഭയുടെ ഭാഗമാണ്. ഡിവിഷനാണ്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വേറെ സാധനം പറയുന്നത്. ഇന്ത്യൻ ആർമിയിൽ പല ഡിവിഷൻസ് ഉണ്ട്. ഇൻഫൻട്രി ഡിവിഷൻ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡീലർഷിപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മെയിൻ്റനൻസ് ഡിവിഷൻ കാണാൻ നിങ്ങൾക്ക്, മാർക്കറ്റിംഗ് ഡിവിഷൻ, അല്ലെങ്കിൽ ബില്ലിംഗ് ഡിവിഷൻ, പല ഡിവിഷൻസ് ആയിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പത്രാഫീസ് ചെന്നാൽ എഡിറ്റോറിയൽ ഡിവിഷൻ, മാർക്കറ്റിംഗ് ഡിവിഷൻ, സർക്കുലേഷൻ ഡിവിഷൻ, ഇതെല്ലാം ആ പത്ര സ്ഥാപനത്തിലുള്ളതാണ്. അല്ലാതെ ഇന്ത്യൻ ആർമിയുടെ ഇൻഫൻട്രി ഡിവിഷൻ, ഇൻഫൻട്രി അത് ഡിവിഷൻ അല്ലേ, അത് ആർമി അല്ലല്ലോ, ആർമിയുടെ ഭാഗമല്ലല്ലോ എന്ന് പറയും. അപ്പൊ അത്തരം മണ്ടത്തരമാണ്. നിങ്ങൾ ഈ വിഡ്ഢിത്തരമൊക്കെ കേട്ട് തലയാട്ടി ഇരിക്കാൻ IOCയിൽ ധാരാളം ആളുകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ വിജയിച്ചു. വർക്കിംഗ് കണ്ടീഷനിൽ ബ്രെയിൻ ഉള്ള ആളുകൾ അവിടെ വളരെ കുറവാണ്. അതാണ് പ്രശ്നം. അതുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ അച്ഛൻ ഉൾപ്പെട്ട് നിൽക്കുന്ന വിഭാഗം 934 ഭരണഘടന എന്ന് പറയുമ്പോൾ ആ ഭരണഘടനയുടെ 1-ാം ക്ലോസിൽ പറഞ്ഞിട്ടുണ്ട് സുറിയാനി സഭയുടെ ഭാഗമാണ്. ഇനി ഇവര് പറയുന്നത് അബ്ദുള്ള പാത്രക്കീസ് ആരും ക്ഷണിക്കാതെ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നു. എത്ര ധിക്കാരപരമായിട്ട് അച്ഛൻ പറയുന്നറിയോ? അതാണ് ഇവിടെ ഞാൻ മുമ്പ് വായിച്ച പൗലൂസിലെ പറയാണ്, ഞങ്ങൾ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായിട്ടോ അതിലധികമായിട്ടോ നിങ്ങൾ ഞങ്ങളെ കാണാൻ ആഗ്രഹിച്ചു. ഇവിടെ പാത്രീർക്കീസിനെ കാണാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ട്. ആ കാലഘട്ടത്തിലുണ്ട്, ഈ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് അപ്പോസ്തോലിക് റിലേഷൻഷിപ്പാണ്.
അത് അച്ഛന് മനസ്സിലാവത്തില്ല. 912 കാതോലിക്കറ്റ് സ്ഥാപിച്ചു. അതിനുശേഷം അബ്ദുള്ള പാത്രിക്കീസിനെ ആരും ക്ഷണിക്കാതെ അദ്ദേഹം ഇവിടെ വന്നു. വട്ടശ്ശേരി ഗീവറീസ് റമ്പാനും തൊഴുപ്പാടൻ പൗലൂസ് റമ്പാനും 2 റമ്പാന്മാരെ യെരുശലേമിലേക്ക് അയച്ചു. എന്തിനാണ് യെരുശലേമിലേക്ക് അയച്ചത്? അബ്ദുള്ള പാത്രിയർക്കീസിന്റെ അടുക്കലേക്ക് അയച്ചു. എന്തിനാണ്? അവരെ കൊള്ളാകുന്നവരുണ്ടോ എന്ന് പരിശോധിച്ച് മെത്രാന്മാരാക്കുവാൻ. അങ്ങനെ പാത്രിയർക്കീസ് ബാവായുടെ അടുക്കൽ ചെന്നു. അടുക്കൽ ചെന്നപ്പോ ഇവിടെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അടുത്ത് സത്യവാങ്മൂലം കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് വേണം അവിടെ ചെല്ലാൻ. എന്തിനാണത്? ഞാൻ എന്നേക്കും പരിശുദ്ധ സിംഹാസനത്തിന് കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് അനുസരണയോടെ നിൽക്കും എന്നിവിടെ സത്യവാങ്മൂലം എഴുതിയിട്ടാണ് അവിടെ പോയി പട്ടം മേടിക്കുന്നത്. പറഞ്ഞാൽ ഇത് സുറിയാനി സഭയുടെ മെത്രാച്ചനായിട്ടാണ് പട്ടം കിട്ടുന്നത്, അല്ലാതെ ഇത് വേറൊരു സഭയുടെ മെത്രാന്. കഴിഞ്ഞ ദിവസം ഈ മത്തായി 3 കാതോലിക്ക ബാവ പറഞ്ഞു, ഇത് അമ്മൂമ്മ അയലക്കത്തെ വീട്ടിൽ തീക്ക് കടം മേടിക്കാൻ പോയി. പഴയ കാലത്തൊന്നും എല്ലാ വീട്ടിലും തീയില്ല. അപ്പൊ ഞങ്ങളുടെയൊക്കെ മുകളിൽ കുന്നപ്പുറത്തൊക്കെ ഉള്ള ആളുകൾ താഴോട്ട് ഇറങ്ങി വരും തീ മേടിക്കാൻ. തീ മേടിച്ചോണ്ട് പോകും. കാരണം അത് ഈ വിറക് കട്ടിയുള്ള വിറകൊന്നും കത്തിക്കാത്ത ആളുകളുടെ വീട്ടിൽ, ചൂട്ടൊക്കെ കത്തിക്കുന്നവരുടെ വീട്ടിലൊന്നും തീ നിൽക്കത്തില്ല, അത് കെട്ടുപോകും. അപ്പൊ നല്ല കട്ടിയുള്ള വിറകൊക്കെ വെച്ച് കത്തിക്കുന്ന ആളുകളുടെ വീട്ടിലാണ് കരിയും കനലും ഒക്കെ കാണുന്നത്. അപ്പൊ ഞാനൊക്കെ ഓർക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പല ആളുകളും ഈ തൊണ്ടിനകത്തൊക്കെ തീ മേടിച്ചോണ്ട് പോകുന്നു. അപ്പൊ അങ്ങനെ ഈ തീ മേടിക്കാൻ വേണ്ടി വരുന്ന പോലെ അമ്മൂമ്മ അയലക്കത്ത് തീ മേടിക്കാൻ പോയ പോലെ മലങ്കര സഭ ഇച്ചിരി തീ മേടിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ബന്ധമൊന്നുമില്ല. അപ്പൊ അങ്ങനെ തീ മേടിച്ചതല്ല, അങ്ങനെയാണ് ഈ സത്യവാങ്മൂലം കൊടുക്കേണ്ട കാര്യമില്ല. ഇവർ പറഞ്ഞു, ഞങ്ങൾ യാത്രയ്ക്കുള്ള തിരക്കിനിടയിൽ അങ്ങനെ ഒരു സത്യവാങ്മൂലം കൊടുക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. അപ്പൊ പാത്രികീസ് പറഞ്ഞു, സത്യവാങ്മൂലം തിരിച്ചു ചെല്ലുമ്പോൾ കൊടുത്താൽ മതി. അവരത് എഗ്രി ചെയ്തു. ഞങ്ങൾ തിരിച്ചു ചെന്നാലുടൻ ഈ സത്യവാങ്മൂലം രജിസ്റ്റർ ചെയ്തോളാം എന്ന് വാക്കാൽ പറഞ്ഞ് പട്ടം മേടിച്ച് തിരിച്ചു വന്നപ്പോ 2 പേരാണ് ഒരുമിച്ച് പോയി പട്ടം മേടിച്ചത്. അതിൽ തൊഴുപ്പാടൻ പൗലൂസ് റമ്പാച്ചൻ തിരിച്ചു വന്ന ഉടനെ ജില്ലാ മജിസ്ട്രേറ്റിന് അടുത്ത് പോയി സത്യവാങ്മൂലം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് വെച്ചു. വട്ടശ്ശേരി ഗീവറീസ് റമ്പാൻ അത് ചെയ്തില്ല. വട്ടശ്ശേരി ഗീവറീസ് റമ്പാൻ മലങ്കര മെത്രാപ്പോലിത്ത ദീവന്നാസ്യോസ്, പുലിക്കോട്ട് ദീവന്നാസ്യോസ് കാലം ചെയ്യുന്നതിന് മുമ്പ് തന്നെ മലങ്കര മെത്രാപ്പോലിത്തയായും കൂടെ പ്രഖ്യാപിക്കണമെന്ന് പാത്രിയർക്കീസിനോട് ആവശ്യപ്പെട്ടു. എന്തിനാവശ്യപ്പെട്ടു? അപ്പം പാത്രിയർക്കീസ് എന്തിനാണ് മലങ്കര മെത്രാപ്പോലിത്തായെ പ്രഖ്യാപിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ മറ്റൊരു സഭയായിരുന്നെങ്കിൽ, വേറൊരു സഭയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് ആക്കിയാൽ പോരെ. അപ്പൊ ഈ സഭ പാത്രിയർക്കീസിന്റേതായിരുന്നു. അതുകൊണ്ടാണ് എന്നെ മലങ്കര മെത്രാപ്പോലിത്ത ആക്കണമെന്ന് പാത്രിയർക്കീസിന്റെ അടുത്ത് അപേക്ഷിച്ചത്. അന്ന് പാത്രിയർക്കീസ് പറയുന്ന ആളാണ് മലങ്കര മെത്രാപ്പോലിത്ത. എന്തുകൊണ്ട് മറ്റൊരു സഭയാണോ ഈ കാര്യം തീരുമാനിക്കുന്നത്? എന്തൊരബദ്ധമാ പറയുന്നത്. അപ്പൊ ഇതാണ് ഈ അച്ഛൻ വിളിച്ചു പറയുന്നത്. എന്നിട്ട് പാത്രിയർക്കീസ് ബാബ അപ്പോ ഈ വട്ടശ്ശേരി കൗശലക്കാരനായ ഈ ഗീവറീസ് റമ്പാനോട് പറഞ്ഞു, ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ ആക്കുന്നത് നമ്മുടെ സഭയുടെ മര്യാദയുമല്ല, പാരമ്പര്യവുമല്ല, അതുകൊണ്ട് തരാൻ സാധ്യമല്ല. ഇതിനാണ് ഗീവറീസ് റമ്പാൻ അല്ലെങ്കിൽ വട്ടശ്ശേരി തിരുമേനി എന്ന് ഇന്നറിയപ്പെടുന്ന ആ പുങ്കവൻ ഇതിനുവേണ്ടിയാണ് പാത്രിയർക്കീസിനോട് പിണങ്ങിയത്, പിന്നെ കലഹിച്ചത്. ഏതായാലും പുലിക്കോട്ടിൽ ദീവന്നാസ്യോസിനെ കാലുപിരിക്കയക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വിജയിച്ചു. അങ്ങനെ അദ്ദേഹം സ്വയം മലങ്കര മെത്രാപ്പോലിത്തയായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ ഇവിടെ അന്ത്യോക്യൻ പ്രതിനിധി ഒസ്താത്യോസിനെ കൊണ്ട് പഴയ സെമിനാരിൽ വെച്ച് തന്റെ വാഴ്ച നടത്തിച്ചു. ഇങ്ങനെ ഇദ്ദേഹം സ്വയമായിട്ട് മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനം കൈയാളി. ആ സമയത്താണ് പാത്രികീസ് ടെലഗ്രാം മുഖാൻ ഇവിടെ അറിയിക്കുന്നത്, ഞാൻ വന്ന് കാര്യങ്ങൾ ക്രമീകരിക്കാം, ഇത് പൗലുസ്ലിയെ കത്തയച്ചിട്ടുണ്ട്, ഞാൻ വന്ന് കാര്യങ്ങൾ ക്രമീകരിക്കാം. അങ്ങനെയാണ് അബ്ദുള്ള പാത്രികീസ് വരുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഇവിടെ എന്ത് ചെയ്തു? 3 താക്കോലുകളും ഇദ്ദേഹം കൈക്കലാക്കി. സഭയുടെ ഈടുവെപ്പ് മുതലുകളും രേഖകളും സൂക്ഷിക്കുന്ന സൈഫിന്റെ 3 താക്കോലുകളുണ്ട്. അതിൽ ഒരു താക്കോല് അൽമായ ട്രസ്റ്റിയുടെ കയ്യിലും, ഒരു താക്കോല് വൈദിക ട്രസ്റ്റിയുടെ കയ്യിലും, ഒരു താക്കോൽ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റിയുടെ കയ്യിലും. അങ്ങനെ 3 താക്കോൽ. ഇതാണ് നേരത്തെ നിലവിലിരുന്ന സ്ഥിതി. നിങ്ങൾ ചിന്തിച്ചു നോക്കാം, 3 കീ ഉണ്ട്, 3 പേരും കൂടെ നിരൂപിച്ചാലേ തുറക്കാൻ പറ്റുള്ളൂ. അപ്പൊ 3 താക്കോൽ, 1 മെത്രാപ്പോലിത്തൻ ട്രസ്റ്റിയുടെ കയ്യിൽ, 2 വൈദിക ട്രസ്റ്റിയുടെ കയ്യിൽ, 3 ആൽമായ ട്രസ്റ്റിയുടെ കയ്യിൽ. ഇത് ആൽമായ ട്രസ്റ്റിയുടെ താക്കോലും വൈദിക ട്രസ്റ്റിയുടെ താക്കോലും ഇങ്ങോട്ട് തന്നേക്കെന്ന് പറഞ്ഞ് വട്ടശ്ശേരി പിടിച്ചു മേടിച്ചു. വട്ടശ്ശേരിയുടെ ആശയത്തിന്റെ ആവിഷ്കാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം, അതാണ് 34 ഭരണഘടനയിലൂടെ ഇവർ യാഥാർത്ഥ്യമാക്കിയത്. അൽമായരുടെയും വൈദികരുടെയും അധികാരങ്ങളെയും അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും കവർന്നെടുത്തു മെത്രാൻ. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഓരോ വൈദിക കഴുതകളും അൽമായ കഴുതകളും മനസ്സിലാക്കണം, വട്ടശ്ശേരി എന്ന ആസുര ജന്മം ആഗ്രഹിച്ചതെന്താണോ
അന്ന് അദ്ദേഹം അത് പ്രതീകാത്മക ചടങ്ങായിട്ട് ഇന്ന് കണക്കാക്കിയാൽ അത് ഒരു വിഷ വിത്ത് കിളിർത്തു വരുന്നത് പോലെ ഇന്ന് അതൊരു വിഷവൃക്ഷമായി തീർന്നു. സഭ മെത്രാൻ ഭരണത്തിന്റെ കീഴിലായി. അപ്പൊ എങ്ങനെയാണ് ഐഡിയൽ ചർച്ച എന്ന് പൊക്കോണ്ടിരുന്ന നിങ്ങൾക്കറിയാവോ? വൈദികരുടെ സംഘത്തിനും അൽമായരുടെ സംഘത്തിനും മെത്രാന്മാരുടെ സംഘത്തിനും ഒരുപോലെ അവകാശ അധികാര സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് വൈദികന്റെ താക്കോലും അൽമായന്റെ താക്കോലും മേടിച്ച് അരയിൽ വെച്ചു മെത്രാൻ. ആര്? വട്ടശ്ശേരി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സഭാ അസുരൻ. ചില ആളുകൾ സഭാ ബാസുരൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെയല്ല, അത് സഭാ അസുരനാണ്. ഈ ആസുര ജന്മമാണ് മലങ്കര സഭയിൽ. എന്നിട്ട് എന്ത് ചെയ്തു? സഭയ്ക്ക് സ്നേഹപൂർവ്വം ഒരു വ്യക്തി സംഭാവന ചെയ്തിരുന്ന ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന കണ്ണായ സ്ഥലത്തെ ഒരു വസ്തു വിറ്റിട്ട് ആ പണം കണക്കിൽ കാണിക്കാതെ സ്വന്തം അനന്തരവന് ദാനം ചെയ്തു. അതേ തുടർന്നാണ് ഈ വട്ടശ്ശേരി ഗീവറീസ് റമ്പാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ധനമോഹമാണ് മലങ്കര സഭയിൽ ഈ കലകം മുഴുവൻ ഉണ്ടാക്കി. അല്ല പാത്രീർക്കീസിന്റെ ധനമോഹമല്ല. എന്നിട്ട് ഇവർ പറഞ്ഞു വരുത്തുന്ന പാത്രീർക്കീസ് പണം മോഹിച്ചു, പണം കൊതിച്ചു, ഇവിടേക്ക് വന്നു. ഇപ്പോഴും വർഗീസ് വർഗീസച്ചൻ ഈ ഇതിനകത്ത് പറയുന്നുണ്ട്, പാത്രീർക്കീസ് അല്ലടോ വർഗീസ് വർഗീസച്ച, സ്വത്ത് മോഹിച്ചതും മലങ്കര സഭയുടെ സ്വത്ത് തട്ടിയെടുത്തതും തന്റെ വട്ടശ്ശേരിയാ. മനസ്സിലായോ? അല്ലെങ്കിൽ നാടൻ ഭാഷ പറഞ്ഞ കള്ളൻ വട്ടശ്ശേരി സ്വത്ത് തട്ടിയെടുത്തു. അപ്പൊ നിങ്ങൾ കേക്ക്, പാത്രീർക്കീസ് സ്വത്ത് തട്ടിയെടുക്കാമെന്ന് ഇയാൾ പറയുന്നത് കേട്ടെ. പൗലോസ് മാർ കൂറിലോസിനെ വാഴിച്ച് വട്ടശ്ശേരി തിരുമേനിയോടുകൂടെ വാഴിക്കപ്പെട്ടതാണ്. പൗലോസ് മാർ കൂറിലോസ് തിരുമേനിയെ വിഘടിത വിഭാഗത്തിന്റെ മലങ്കര പത്രപൂലിത്തായി വാഴിച്ചു. അന്ന് മുതലാണ് ബാവായുടെ കൂടെ നിൽക്കുന്നവർ, പാത്രീർക്കീസ് ബാവയുടെ കൂടെ നിൽക്കുന്നവർ ബാവ കക്ഷിയും വട്ടശ്ശേരി തിരുമേനിയുടെ കൂടെ നിൽക്കുന്നവർ മെത്രാൻ കക്ഷിയായി. അതാണ് ഈ 1 നൂറ്റാണ്ടിന്റെ ചരിത്രം. സഹോദരങ്ങളെ, എന്റെ അച്ഛ ഇങ്ങനെയൊക്കെ നുണ പറയുന്നത് എങ്ങനെയാ? ഭയങ്കരല്ല അച്ഛൻ, ഇത്രയും പ്രായമായില്ല അച്ഛന്. ഇനിയെങ്കിലും അനുദപിക്കുക. ഒരു തിരിഞ്ഞു നോട്ടത്തിനൊക്കെ ഉള്ള സമയമാണ്. വേറെ ചെറുപ്പക്കാരല്ല ഈ നുണ പറയുന്ന ദണ്ഡ ഏൽപ്പിക്കുക. ദണ്ഡം ഞാൻ ഉദ്ദേശിക്കുന്നത് ബാറ്റൺ, ഈ റിലേയുടെ ബാറ്റൺ പോലെ അച്ഛൻ അടുത്ത തലമുറയിലോട്ട് ഈ അച്ഛന്റെ നുണയുടെ ബാറ്റൺ ഏൽപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ വിശ്രമിച്ച് അച്ഛന് കുറെ ഉത്സവമൊക്കെ പ്രാർത്ഥിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിലേക്കൊക്കെ അച്ഛൻ മാറണം. നുണപറച്ചിലൊക്കെ അവസാനിപ്പിക്കണം. അച്ഛനെ നുണപറച്ചിൽ അവസാനിപ്പിച്ച് വിശുദ്ധ വർഗീസ് അച്ഛനായിട്ട് മാറണം. എന്നാ നുണയാ അച്ഛൻ ഈ തട്ടിവിടുന്നേ? അന്നു മുതൽ പഴയ സെമിനാരിയുടെ 2 മുറികളിൽ വട്ടശ്ശേരി തിരുമേനി എങ്ങനെയെങ്കിലും പ്രതിസന്ധി ഒഴിവാക്കണമെന്ന് വട്ടശ്ശേരി തിരുമേനി എത്ര പേരാ ഇത് കേട്ട് ഈ നുണ കേട്ടോണ്ടിരിക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു പ്രിൻസിപ്പിളാണ് പറഞ്ഞത്. യു ആർ നോട്ട് ഇൻ ദാറ്റ് കണ്ടിന്യൂയിങ് ഫെലോഷിപ്പ്. അപ്പൊ ആ ഫെലോഷിപ്പിൽ ഇല്ല. അച്ഛന് മനസ്സിലായോ? അപ്പൊ ബിലീവേഴ്സ് ചർച്ചുമായിട്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം സ്വയം കമ്പയർ ചെയ്ത് അപഹാസ്യമാകരുത് എന്നാണ് വർഗീസ് വർഗീസച്ചനോട് എനിക്ക് പറയാനുള്ളത്. ബിലീവേഴ്സ് ചർച്ചുകാർക്ക് CSI സഭയിൽ നിന്ന് കൈവപ്പുണ്ട്, നിങ്ങൾക്ക് എവിടെ നിന്നാണുള്ളത്? അതാണ് $1 മില്യൺ ക്വസ്റ്റ്യൻ. ഇപ്പൊ ബിലീവേഴ്സ് ചർച്ചുകാർക്കുള്ള ആ ഓതന്റിസിറ്റിയും ആ വാലിഡിറ്റിയും ഒന്നും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഇല്ല അച്ഛാ. അതാണ് ദയനീയമായ സ്ഥിതി. ഇപ്പൊ ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ പൗലോസ് ശ്ലീഹ പറഞ്ഞ ആ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ സഭ എന്ന് പറഞ്ഞാൽ ഈ വാങ്ങിപ്പോയ പിതാക്കന്മാരും വിശുദ്ധന്മാരും സഹതന്മാരും മൗദ്യാനന്മാരും ഏവങ്കലിസ്തന്മാരും സ്ലീഹന്മാരും എല്ലാമായിട്ടുള്ള ആ കണ്ടിന്യൂസ് ഫെലോഷിപ്പിലാണ് സഭ നിൽക്കുന്നത്. അവിടെയാണ് ജീവനുള്ള സഭ എന്നുള്ള സംജ്ഞ ഉണ്ടാകുന്നത്. അല്ലാത്തൊക്കെ ഒരു ഓർഗനൈസേഷനോ ട്രസ്റ്റോ ഒക്കെ ആയിരിക്കും. മലങ്കര സഭ ഒരു ട്രസ്റ്റ് ആണെന്ന് ഇവർ പറയാറുണ്ട്. അത് വേണം ഞാൻ അംഗീകരിക്കാം. അത് ട്രസ്റ്റ് ആണ്.